കൊച്ചി കോർപ്പറേഷൻ ഗിരിനഗർ ഡിവിഷൻ 43 NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിന്ധുമോൾ ജനങ്ങളുടെ വികസനമെന്ന സ്വപ്നവുമായാണ് പ്രചാരണ രംഗത്തുള്ളത്. തെരുവുനായ ശല്യത്തിന് പൂർണ്ണ പരിഹാരം, പൊന്നേത്ത് കനാൽ ടെക്നിക്കൽ സ്റ്റഡി, ശാശ്വത പരിഹാരം, കൊതുകു നിവാരണം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. സ്ഥാനാർത്ഥിയുടെ വാക്കുകളിലേക്ക്. ഗിരിനഗർ 43 ഡിവിഷനെ സംബന്ധിച്ച് ഒട്ടനവധി വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വികസനം എന്നത് സത്യത്തിൽ അത്രയധികമൊന്നും ഇവിടുത്തെ പരിസരവാസികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ വോട്ടർമാർക്ക് സുപരിചിതമായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഗിരിനഗറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയുടെ ഒരു ഹൃദയഭാഗത്തുള്ള ഡിവിഷനാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും ജീവിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പലതും ഇന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാക്കനിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കുടിവെള്ളം എത്തുന്നത് പോലും ഇവിടെ 24 മണിക്കൂർ വെള്ളം എത്തുക എന്നുള്ളതാണ് ഒരു പൗരനെ സംബന്ധിച്ച് അവൻ്റെ അവകാശമാണത്. പക്ഷേ ഇവിടെ കുടിവെള്ളം ഇന്നും ടാങ്കർ ലോറിയിൽ കൊണ്ടുപോയി എത്തിക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ ഡിവിഷൻ. കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് എന്നുള്ളത് നമ്മൾ ശാശ്വത പരിഹാരമായിട്ട് കൊച്ചിയിൽ മിക്ക ഡിവിഷനിലും വളരെയധികം കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഗിരിനഗറിലും ആ വെള്ളക്കെട്ടെന്ന് പറയുന്നത് ഇന്നും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഒന്നാണ്. 1 മണിക്കൂർ ഒരു മഴ പെയ്താൽ ഇന്ന് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. വാഹനത്തിൽ പോലും യാത്ര ചെയ്യാൻ സാധിക്കില്ലാത്ത തരത്തിൽ ഇവിടെ കാനയും ഡ്രെയിനേജുമെല്ലാം നിറഞ്ഞു വന്ന് റോഡ് തോടാകുന്ന അവസ്ഥയാണ്. അതിനൊരു പരിഹാരം, അത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള വഴികൾ അതിനുണ്ട്. അതിനുള്ള പരിഹാരം എത്തിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ വികസന പത്രികയിൽ അതുണ്ട്. മറ്റൊന്ന്, ഇവിടെ എപ്പോഴും കൊച്ചിയിൽ ഒരു കാലഘട്ടത്തിലൊക്കെ കൊതുക് നിവാരണം നടന്നിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാലങ്ങളായി അതിന് ഒരു ചെറിയ രീതിയിൽ പോലും അതിനൊരു സഹായമോ മറ്റു കാര്യങ്ങളോ ഇതുവരെ ഇവിടെ ഭരിച്ച ഡിവിഷൻ കൗൺസിലർമാർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ വീടുകളിൽ ചെല്ലുമ്പോൾ പറയുന്നത് കൊതുക് നിവാരണത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി എൻ്റെ വികസന പത്രികയിലുണ്ട്. മറ്റൊന്ന്, ഇവിടെ എൻ്റെ ഡിവിഷനിൽ ഓരുവെള്ളം കയറുന്ന ഒരു പ്രശ്നം, അത് പണ്ടാരച്ചിറ തോട് അതുപോലെ വേറൊരു കനാലും കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇവിടെയുണ്ട്. അതിന് വിദഗ്ധമായ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം, കേവലം ഏതെങ്കിലും ഒരു സമയത്തേക്ക് മാത്രമല്ല ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള പദ്ധതി എൻ്റെ പക്കലുണ്ട്. അത് ഞാനിവിടെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം നമുക്കറിയാം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രശ്നത്തിന് ശേഷം മാലിന്യ നിർമ്മാർജ്ജനം കുറച്ച് ദ്രുതഗതിയിൽ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ബൾക്ക് വേസ്റ്റ് നീക്കം ചെയ്യുന്നതിൽ, ഖരമാലിന്യങ്ങൾ വേർതിരിക്കുന്നതിലും ഒക്കെ വീഴ്ച നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വികസന പത്രികയിൽ ഞാൻ പറയുന്നത് GPS സംവിധാനം ഉപയോഗിച്ച് വീടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഇന്ന് AI ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. AIയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഡിവിഷനിൽ കൊണ്ടുവന്ന് ഇതിനെ ഒരു സ്മാർട്ട് ഡിവിഷനാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതോടൊപ്പം നായയുടെ ശല്യം സുപ്രീം കോടതിയുടെ വിധിയൊക്കെ നമുക്കറിയാം. ആ വിധിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുവാൻ നായകൾക്ക് വേണ്ടി ABC പദ്ധതി പ്രകാരമുള്ള ചില കാര്യങ്ങൾ, നായകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയും എൻ്റെ മുന്നിലുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലാതെയുമുണ്ട്. ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു വികസന രേഖയാണ് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടുത്തെ അസോസിയേഷനുകളും ജനങ്ങളുമൊക്കെ അതിനൊപ്പം നിൽക്കാമെന്നുള്ള ഉറപ്പാണ് തന്നിരിക്കുന്നത്.